പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. പത്തനംതിട്ട ആണെങ്കിലും, തിരുവനന്തപുരമാണെങ്കിലും, എറണാകുളമാണെങ്കിലും, കോട്ടയമാണെങ്കിലും ആ പട്ടണത്തിൽ നിന്നെ അവൻ അനുഗ്രഹിക്കുക. ആരെ അനുഗ്രഹിക്കും? അവന്റെ ബലമുള്ള ഭുജത്തിൽ താണിരിക്കുന്നവനെ. ആരെ അനുഗ്രഹിക്കും? അവന്റെ വചനത്തിന്റെ മുമ്പിൽ താണിരിക്കുന്നവനെ സ്വർഗം അനുഗ്രഹിച്ചിരിക്കും. അത് നിശ്ചയമാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാൻ പറ്റുമോ? എന്നിട്ട് പറയുന്നു, നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. കുട്ടയും അനുഗ്രഹിക്കപ്പെടും, മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. മാവ് കുഴയ്ക്കുന്ന തൊട്ടിക്കകത്ത് അപ്പമുണ്ടാക്കി അപ്പമിടുന്ന അപ്പക്കുട്ട അനുഗ്രഹിക്കപ്പെടും. ഓ എന്ന് പറഞ്ഞാൽ നിന്റെ അടുക്കളയ്ക്കകത്തുനിന്ന് ദാരിദ്ര്യം മാറിപ്പോകുമെന്ന്. എടാ, ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? അവന്റെ കരക്കിഴി താണിരിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? അവന്റെ വചനത്തിന്റെ മുമ്പിൽ സലണ്ടർ ആകാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? നിന്റെ അടുക്കളയ്ക്കകത്ത് പോലും ദൈവം ഇറങ്ങി നിന്നെ ഉയർത്തി മാനിക്കും. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി എന്റെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണെങ്കിലും എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. ആമേൻ. ഒരു കാലത്ത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് 250-300. എന്താ കാരണം? ഫ്രിഡ്ജ് ഓണാക്കത്തില്ല, ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാൻ ഒന്നുമില്ല. അടുക്കളയ്ക്കകത്ത് ദാരിദ്ര്യം, അപ്പക്കുട്ടയ്ക്കകത്ത് ദാരിദ്ര്യം, മാവ് കുഴയ്ക്കുന്ന തൊട്ടിക്ക് ദാരിദ്ര്യം. എന്തെങ്കിലും പാചകം ചെയ്താലല്ലാതെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ മതിയല്ലോ. ഫ്രിഡ്ജ് ഓഫാണ്. സ്തോത്രം. അരി അരപ്പ് മിക്സിക്കകത്ത് നിർത്തി, അരി അരയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ദാരിദ്ര്യം. അതുകൊണ്ട് മിക്സി ഉപയോഗിച്ചില്ല, കറണ്ട് ലാഭമായി. ആമേൻ. വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചില്ല, ഓഫ് ചെയ്ത് വെച്ചു. AC ഓഫ് ചെയ്ത് വെച്ചു, എല്ലാം ഓഫ് ചെയ്ത് വെച്ചു. ഭവനത്തിന്റെ അകത്ത് ദാരിദ്ര്യം. എന്നാൽ ദൈവത്തിന്റെ ഭുജത്തിന്റെ കീഴിൽ താണിരിക്കാൻ ഞാനൊന്ന് മനസ്സ് കാണിച്ചപ്പോൾ, സ്തോത്രം, എന്റെ ഇലക്ട്രിസിറ്റി ബില്ല് ഇന്ന് 10,000, 12,000, 12,300. കുഞ്ഞെ, ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ സമയമില്ല. അതിൻ്റെ അകത്തില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങളില്ല. എപ്പോഴും അത് നിറഞ്ഞിരിക്കും. സ്വർഗം പറയുന്നു, ദൈവത്തിന്റെ കരക്കീഴിൽ താണിരിക്കുന്നവന്റെ അപ്പക്കുട്ടയോ മാവ് കളിക്കുന്ന തൊട്ടിയോ അവൻ അനുഗ്രഹിക്കും. ഓ ഓ എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഒരു നന്മയുടെ ഭാഗം, ഒരു വിടുതല്, ഒരു ഉയർച്ച, ദാരിദ്ര്യത്തെ പൊട്ടിക്കുന്ന ഒരു ദൈവിക അഭിഷേകം അത് സ്വീകരിക്ക. ഇന്ന് പാൽക്കാലം നിന്റെ ഭവനത്തിന്റെ അകത്തുനിന്ന് ദാരിദ്ര്യം ഇറങ്ങി പോകുക. സ്തോത്രം. ഒരു സമയത്ത് എന്റെ ഭാര്യ മുരിങ്ങയില പറിച്ച് തോരൻ വെച്ച് എന്റെ 2 കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് മാസങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് പറയുന്നതിൽ എനിക്ക് ആക്ഷേപമില്ല. കാരണം ഇന്ന് മുരിങ്ങയില അല്ല വെക്കുന്നത്. ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഫുഡ് 3 നേരവും കഴിക്കാൻ ദൈവം അനുഗ്രഹിച്ചെന്നെ ഉയർത്തി. എനിക്ക് പറയാൻ അഭിമാനമോ? കുപ്പത്തൊട്ടിയിൽ നിന്ന് എന്നെ ഉയർത്തിയതിന്റെ സാക്ഷി പറയുവാൻ, യേശുവിന്റെ സാക്ഷിയാകുവാൻ എനിക്ക് അഭിമാനമോ? യേശുവിനെ ഉയർത്തുവാൻ എനിക്ക് അഭിമാനമോ?